അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് അതിനകത്ത് 2026 എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഷുവർ ഷോട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള ബന്ധം. ഇനി ഡിറൈവ് ദ റിലേഷൻ, ഇതാണ് ഈ ചാപ്റ്ററിലെ എല്ലാ വർഷവും ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു സംഭവം പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളെ 2026. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ടോർക്കും ആംഗുലാർ മൊമെന്റം. നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ എന്താണ്? ടോ ആണ്. ടോർക്ക് ടോ ആണ്. ആംഗുലാർ, അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ ആണ്. ആംഗുലാർ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഉള്ള ലെറ്റർ ആണ്. ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉള്ള എല്ലാണ്. അപ്പോൾ ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിൽ എന്താണ് ബന്ധം, ഇത് തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻ ഇങ്ങനെയാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം dl/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻ്റമാണ്. ആംഗുലാർ മൊമെൻ്റത്തിൽ വരുന്ന സമയത്തിനനുസരിച്ച് വരുന്ന മാറ്റമാണ് ടോർക്ക്. അപ്പം ടോർക്ക് എന്ന് പറഞ്ഞാൽ dl/dt ആണ്. അതാണ് റിലേഷൻ. പക്ഷേ നമുക്ക് ഈ അതിനകത്തുനിന്ന് അങ്ങോട്ടേക്ക് ടോർക്ക് എത്തണം. എങ്ങനെ എത്തുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് അറിയുന്ന ഇക്വേഷനാണ് എന്ത്? L ഈസ് ഈക്വൽ ടു R ക്രോസ് P. L തിന്ന റപ്പായി. L ഈസ് ഈക്വൽ ടു R ക്രോസ് P. അപ്പം ടോർക്കിൻ്റെ ഡെറിവേഷൻ, ടോർക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ L ഈസ് ഈക്വൽ ടു R ക്രോസ് P. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം ഡെറിവേഷൻ എന്താണ്? ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം ഡെറിവേഷൻ. അപ്പോൾ ഒപ്റ്റൈൻ എക്സ്പ്രഷൻ എന്നാവാം, ചിലപ്പം ഡിറൈവ് എന്നാവാം, അറൈവ് എന്നാവാം. അതൊക്കെ പറഞ്ഞാലും എന്താണ്? ഡെറിവേഷനാണ്. ഒപ്റ്റൈൻ ദ എക്സ്പ്രഷൻ എന്നാണെങ്കിലും ഒക്കെ ഡിറൈവ് ദ റിലേഷൻ. അപ്പോൾ നമുക്കറിയാം L ഈസ് ഈക്വൽ ടു R ക്രോസ് P. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? d/dt എഴുതാം. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? d/dt എഴുതാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? d/dt. ഇപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം? d/dt ഇങ്ങനെ വരും, R ക്രോസ് P. ഓക്കെ. അപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഡെറിവേഷൻ, ടോർക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഓർക്കണം? L ഈസ് ഈക്വൽ ടു R ക്രോസ് P. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്നിട്ട് രണ്ട് സൈഡിലും ഒരു d/dt ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ d/dt L എന്ന് വരും, ഇവിടെ d/dt എന്ത് വരും? R ക്രോസ് P എന്ന് വരും. ഇനി നമുക്കിവിടെ dl/dt എന്ന് വരും. ആയിക്കോട്ടെ, അത് dl/dt. അത് അതേപോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. dl/dt ഈസ് ഈക്വൽ ടു ഇവിടെ R ക്രോസ് P. രണ്ട് സാധനങ്ങളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? അതിനകത്തൊരു നിയമമുണ്ട്. ആദ്യം ഒന്നാമത്തെ ആളെ പുറത്തിടും. ഇവിടെ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്, കണ്ടോ? അങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഒന്നാമത്തെ ആളെ പുറത്താക്കണം. ആറിനെ പുറത്താക്കി. എന്നിട്ട് രണ്ടാമത്തെ ആൾ P ഉണ്ടല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ dp/dt പ്ലസ് ഇനി നേരത്തെ പുറത്താക്കിയ ആളെ അകത്ത് ഡെറിവേറ്റീവ് എടുക്കുക, മറ്റേ ആളെ രണ്ടാമത്തെ ആളെ പുറത്താക്കുക. ഇപ്പം നമ്മൾ ആറിനെയാണ് പുറത്താക്കിയത് ആദ്യം, എന്നിട്ട് പിയുടെ ഡെറിവേറ്റീവ് എടുത്തു. ഇനി പിയെ പുറത്താക്കണം. നേരത്തെ ആറിനെ പുറത്താക്കിയിട്ട് പിയുടെ ഡെറിവേറ്റീവ് എടുത്തതാണ്. ഇനി പിയെ പുറത്താക്കിയിട്ട് ആറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ഇതിനകത്ത് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതിനകത്ത് ചോദിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഫസ്റ്റത്തിനെ പുറത്താക്കി, എന്നിട്ട് d/dt മറ്റേ ആൾക്ക് ഇട്ടെടുത്തു, പിക്ക്. പിന്നെ പിനെ പുറത്താക്കി, d/dt ആറിന് ഇട്ടെടുത്തു. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ അങ്ങനെ കാണാൻ പഠിച്ചു വെക്കണം. ഇനി എഴുതുക dl/dt ഈക്വൽ ടു R. dp/dt എന്താണെന്നറിയോ? ഫോഴ്സ് ആണ്. ഫോഴ്സ് മൊമെൻറ്റത്തിലെ മാറ്റം എന്താണ്? ഫോഴ്സ് ആണ്. അത് ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. dp/dt എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ dp/dtക്ക് എന്ത് കൊടുത്തു? ഫോഴ്സ് എന്ന് കൊടുത്തു. പ്ലസ് പി. dr/dt എന്താണെന്നറിയോ? വെലോസിറ്റിയാണ്. dr/dt എന്താ വരിക? വെലോസിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ ഇതിന് R ക്രോസ്, ഇവിടെയൊക്കെ ഒരു ക്രോസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ R ക്രോസ് P ക്രോസ്.
ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ dl/dt അവിടെ നിന്നോട്ടെ, അതേപോലെ തന്നെ r ക്രോസ് എഫ് അവിടെ നിന്നോട്ടെ, പ്ലസ് പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, മൊമെൻ്റമാണ്, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്, എം വി എന്നാണ്, ക്രോസ് വി എന്ന് വരും. അപ്പോൾ അതായത് ഒരേ സാധനങ്ങളെ ക്രോസ് പ്രൊഡക്റ്റ് എന്താണെന്നറിയോ, 0 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി dl/dt ഈസ് ഈക്വൽ ടു എന്തായി, ആർ ക്രോസ് എഫ് എന്നായി. അതാണ് എന്ത്, ടോർക്ക്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതന്നെയായിരുന്നു, ടോർക്കും ആംഗുലാർ മൊമെൻറ്റോ. dl/dt എന്തെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു, ടോർക്ക് എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് ഒന്നുകൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് നമ്മൾ L ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് എഴുതാം. എന്നിട്ട് രണ്ട് സൈഡിലും ചേഞ്ച് എടുക്കുക, d/dt. അപ്പോൾ ഒരു സൈഡിൽ L ഉണ്ടാകും, മറ്റേ സൈഡിൽ d/dt ആരുണ്ട്, ആർ ക്രോസ് പി ഉണ്ട്. നമുക്ക് എത്തേണ്ടത് എവിടെയാണെന്നറിയോ, ടോ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ dl/dt ഈസ് ഈക്വൽ ടു ടോ, അവിടേക്ക് എത്തണം. ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള ബന്ധം ഇതാണ്, dl/dt സമം ടോർക്ക്. ഇങ്ങോട്ട് എത്തിക്കണം. അത് നമുക്ക് എത്തിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ. dl/dt ഈസ് ഈക്വൽ ടു ആറിനെ പുറത്താക്കുക, എന്നിട്ട് dp/dt എന്ന് ചെയ്യുക. ആർ ക്രോസ് എഴുതണം കേട്ടോ, ആർ ക്രോസ് dp/dt പ്ലസ് പീനെ പുറത്താക്കുക ഇൻറ്റു dr/dt. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ dl/dt ഈക്വൽ ടു ആർ ക്രോസ് dp/dt എന്താണെന്ന് അറിയാം, ഫിസിക്സിൽ ഫോഴ്സ് ആണ്. അപ്പോൾ അതിന് പകരം ഫോഴ്സ് എഴുതി, പ്ലസ് പി dr/dt എന്താണെന്ന് അറിയാം, വെലോസിറ്റി ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ dl/dt ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അവിടെ നിന്നോട്ടെ, dl/dt ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അവിടെ നിന്നോട്ടെ, പ്ലസ് പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, എം ഇൻറ്റു വി ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, മൊമെൻറ്റം പി. പിക്ക് പകരം എം വി എന്ന് എഴുതി, ക്രോസ് ഇവിടെ ഈ ഒരു മിനിറ്റ് ഇവിടെ, ഓക്കെ, എം വിക്കാണ്, വി ആണ് വെക്റ്റർ. ഓക്കെ, ഇനി അടുത്ത കേസിൽ വി ക്രോസ് വി ആണ്, വിയുടെ മുകളിൽ ഇത്. ഒരേ സാധനങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ 0 ആണ് വരും. അപ്പോൾ ഇതിൻ്റെ ഈ ടേം ഇല്ലാണ്ടായി പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, dl/dt സമം ആർ ക്രോസ് എഫ്, മറ്റേ ടേം വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ 0 ആണ്. വി ക്രോസ് വി എന്താണ്, 0 ആണ്. അപ്പോൾ 0 ആയി കഴിഞ്ഞാൽ ആ ടേം ഇല്ല, പോയി. അപ്പോൾ ഇങ്ങനെ വന്നു dl/dt. ഇനി നമുക്കിപ്പോൾ എന്ത് വന്നു, dl/dt ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് വന്നു. ആർ ക്രോസ് എഫ് നമ്മൾ പറഞ്ഞിട്ട് റാഫി ടോർക്കാണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എത്തി, dl/dt സമം ടോർക്ക്. ഇത്രേ ആയിക്കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ്റെ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇതൊരു നിങ്ങൾക്ക് അതിനകത്ത് 2026 എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഷുവർ ഷോട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, ആംഗുലാർ മൊമെൻറ്റവും ടോർക്കും തമ്മിലുള്ള ബന്ധം. ഇനിയാണ് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? നമ്മളെ ഒരു ബോഡിക്ക് നമ്മൾ നടക്കുമ്പം ഒരു സാധനത്തിന് എന്തുണ്ടെന്ന് പറയും, ഭാരമുണ്ട് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ കൈനറ്റിക് എനർജി എങ്ങനെ കാണാം, ഹാഫ് ഇൻറ്റു ഭാരം ഇൻറ്റു നടക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ ഓടുന്ന സ്പീഡ്. അതാണ് ഒരാളുടെ ഓടുമ്പോഴുള്ള കൈനറ്റിക് എനർജി. ഇനി കറങ്ങുമ്പോഴുള്ള കൈനറ്റിക് എനർജി എന്താ, ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഭാരത്തിന് പകരം എന്താണ് കറക്കത്തിൽ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? റൊട്ടേഷൻ ചെയ്യുമ്പം മാസിന് പകരമുള്ളത് ഏതാണെന്നാണ്, മാസിൻ്റെ അനലോഗ് അതേപോലെയുള്ളത് ഏതാണെന്ന്. മാസിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് എന്താണ്, ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പം ഇത് മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഓടുമ്പോൾ ഒരാളിങ്ങനെ ഓടുകയാണ്, സ്പീഡിൽ ഓടുകയാണ്. അപ്പോൾ അയാളുടെ എനർജി എന്താ, ഹാഫ് ഇൻറ്റു അയാളുടെ മാസ് ഇൻറ്റു അയാളുടെ സ്പീഡ്, ഹാഫ് എം വി സ്ക്വയർ. ഇനി ഒരു വസ്തു ഇങ്ങനെ കറങ്ങുകയാണ്, അപ്പം അതിൻ്റെ കൈനറ്റിക് എനർജി എന്താ, ഹാഫ് ഇൻറ്റു ആ സാധനത്തിൻ്റെ ഐ ആണ്, ഐ ഇൻറ്റു അത് കറങ്ങുന്ന സ്പീഡ് ഒമേഗ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നാണ്. ഇത് ഓക്കെ ആണോ നിങ്ങൾ?
ചലിക്കുമ്പം ഹാഫ് എം വി സ്ക്വയറും കറങ്ങുമ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയറും കൈനറ്റിക് എനർജി. അതറിയില്ല, നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പം അത് നിങ്ങൾക്ക് അതിനകത്ത് അറിയാം. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ നമ്മളെല്ലാവരും പഠിച്ചതാണ്. അതിനകത്ത് കൈനറ്റിക് എനർജി ഓഫ് ചലിക്കുമ്പം ഹാഫ് എം വി സ്ക്വയറും കറങ്ങുമ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പം മാസിന് പകരം ഇവിടെ എന്താ? ഐ ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് ഐന് പറയുക. മാസിന് പകരം എന്താണ്? കറങ്ങുമ്പോൾ മാസിന് പകരം എന്താണ്? ചലിക്കുമ്പോൾ മാസ് ആണെങ്കിൽ കറങ്ങുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അത് മനസ്സിലായോ? വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? കറക്കത്തിൽ മാസിന് പകരം ഏതാണെന്ന് ചോദിച്ചാൽ ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്. അതങ്ങ് പഠിച്ചു വെക്കേണ്ടതാണ്. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. കറക്കത്തിൽ മാസിന് പകരം എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പം വാട്ട് ഈസ് ദ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ? കറങ്ങുമ്പോൾ മാസിന് പകരമുള്ളത് ഏതാണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പം അത് സിമ്പിളായിട്ട് അങ്ങനെ പഠിച്ചു വെക്കേണ്ടതാണ്. സോ അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ, അനലോഗ് ഓഫ് മാസ് ഇൻ റൊട്ടേഷണൽ മോഷൻ ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പം മാസിന് പകരമായിട്ട് കറക്കത്തിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? മാസ് ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ കറക്കത്തിൽ എന്തിനാണ് ഉപയോഗിക്കുക? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഐ. ഓക്കെ, അപ്പം മാസിന് പകരം കറക്കത്തിൽ ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലോഗ് ഓഫ് മാസ് ചോദിച്ചാൽ റൊട്ടേഷണൽ മോഷനിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. മാസ് ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഐ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കുള്ളത് ഇതാണ്. ഡിഫൈൻ ആംഗുലാർ വെലോസിറ്റി, റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കൂ. 2021 3 മാർക്കിന് ചോദിച്ചതാണ്. അപ്പം സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓർമ്മയുള്ളവരാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഓർമ്മയുള്ളവർ ലൈക്ക് അടിക്കൂ. ഓർമ്മയുള്ളവർ പറയൂ, ഇതിനകത്ത് ലൈക്ക് അടിക്കൂ. വെലോസിറ്റി എന്താണ്? ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി, വസ്തുവിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് കാണുക? വെലോസിറ്റി നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. വസ്തുവിൻ്റെ സ്ഥാനമാറ്റം ബൈ സമയം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓർമ്മ വന്നവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച്. സ്ഥാനമാറ്റം ബൈ സമയം. സ്പീഡ് എങ്ങനെയാണ് കാണുക? സ്പീഡ് എന്ന് പറഞ്ഞാൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം വസ്തുവിന് എത്ര സ്ഥാനം മാറി, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വസ്തു ഇങ്ങനെയാണ് സഞ്ചരിച്ചത്, പക്ഷെ സ്ഥാനമാറ്റം ഇതാണ്, നേർരേഖാ ദൂരം. അത് ബൈ എത്ര സമയം അതിനെടുത്തു, അതാണ് വസ്തുവിൻ്റെ വെലോസിറ്റി. അങ്ങനെയെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്താ വരിക? ആംഗുലാർ എന്ന് പറഞ്ഞാൽ കറക്കത്തിലുള്ള വെലോസിറ്റി. അപ്പം വസ്തു എത്ര ആംഗിൾ കറങ്ങുന്നുണ്ട് എത്ര സമയത്തിനുള്ളിൽ. അപ്പം ഈ ആംഗിളാണ് പറയുക. എത്ര ആംഗിൾ കവർ ചെയ്തു, ഇത്ര ആംഗിൾ കവർ ചെയ്തു, ഇത്ര ആംഗിൾ കവർ ചെയ്തു, ഇത്ര ആംഗിൾ 360 ഡിഗ്രി ഒരു സെക്കൻഡിൽ കവർ ചെയ്തു. അങ്ങനെയാണ് ആംഗിളാണ് നമ്മൾ പറയുക. മറ്റേ സ്പീഡ് എങ്ങനെ പറയുക? ഒരാൾ ഇത്ര കിലോമീറ്റർ നടന്നു ഇത്ര സെക്കൻഡിൽ. അപ്പം 2 കിലോമീറ്റർ നടന്നു, അല്ലെങ്കിൽ 2 മീറ്റർ നടന്നു. ഒരാളിപ്പം 2 മീറ്റർ നടന്നു ഒരു സെക്കൻഡിൽ. അടുത്ത സെക്കൻഡിൽ 3 മീറ്റർ നടന്നു. അപ്പോൾ അയാളുടെ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ 3 മീറ്റർ. അതിന് മുന്നത്തെ സെക്കൻഡിൽ അയാൾ 2 മീറ്റർ പെർ സെക്കൻഡായിരുന്നു. ഒരു സെക്കൻഡിൽ 2 മീറ്ററാണ്. അപ്പോൾ എത്ര മീറ്റർ കവർ ചെയ്തു സമയത്തിനുള്ളിൽ, ഇത്ര സമയത്തിനുള്ളിൽ എത്ര മീറ്റർ കവർ ചെയ്തു എന്നുള്ളതാണ് അയാളുടെ വേഗത. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്ര മീറ്ററാണ് അയാൾ നടന്നത് എന്നുള്ളതാണ് അയാളുടെ വേഗത. അത് നേർരേഖയിൽ പോകുമ്പോൾ. അപ്പോൾ കറങ്ങുമ്പോൾ എന്താ പറയല്? കറങ്ങുമ്പോൾ അയാൾ എത്ര ആംഗിൾ കവർ ചെയ്തു എന്നാണ്. ഇപ്പോൾ ഒരു 360 ഡിഗ്രി കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ഫുൾ ഒരു കറക്കം കറങ്ങി എന്നാണ്. അത് എത്ര സെക്കൻഡ് കൊണ്ട് കറങ്ങി എന്നുള്ളതാണ് അയാളുടെ കറക്കത്തിൻ്റെ സ്പീഡ്. അപ്പം 1 സെക്കൻഡ് കൊണ്ട് കറങ്ങിയാൽ ഇയാൾ ഭയങ്കര സ്പീഡാണ്. ഇത് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കറങ്ങി ഇവിടെ എത്തുന്നത്. അപ്പോൾ ആംഗുലാർ സ്പീഡ് കുറവാണ്. അപ്പം ആംഗിൾ കവർ ചെയ്യുന്ന സ്പീഡ്, ഇത് ആംഗിളാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്ര ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആംഗിളാണ് പോയത്.
ഇനി ഇത്ര ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആംഗിളാണ്. അപ്പോൾ ഒരാൾ എത്ര ആംഗിൾ കവർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നോക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതാ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ എത്ര ആംഗിളാണ് നിങ്ങൾ കവർ ചെയ്തത്? ഇത്ര ആംഗിൾ. ഇനി ഇത്ര എത്തി, അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എത്തി, അത് നിങ്ങൾ ഇത്ര ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി കറങ്ങി. അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സാധാ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എന്തില്ല, അതിനകത്ത് പറയേണ്ട, അതിനകത്ത് പ്രത്യേകിച്ച് എന്തില്ല, ഒന്നുമില്ല. സാധാ വെലോസിറ്റി എന്താ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ഥാനമാറ്റം ബൈ സമയമാണ്. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അങ്ങനെയെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്താ? ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പം ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ കവർ ചെയ്യുന്നു ഇത്ര സമയത്തിനുള്ളിൽ. അപ്പോൾ അത് വരിക തീറ്റ ബൈ ടി ആണ്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്നാണ്. എത്ര ആംഗിൾ കവർ ചെയ്തു എത്ര സമയം കൊണ്ട്. അപ്പം ആംഗിൾ കവർ ചെയ്യുന്ന സ്പീഡിനെയാണ് ആംഗുലാർ വെലോസിറ്റി. സാധാ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് എന്ത്? വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പം എത്ര ആംഗിൾ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കാൾഡ് ആംഗുലാർ വെലോസിറ്റി. ഈ ടൈം ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നാണ് പറയാം. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ സ്ഥാനമാറ്റം, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സാധാ വെലോസിറ്റി നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അങ്ങനെയെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഒമേഗ ഈസ് ഈക്വൽ ടു ആംഗിൾ ബൈ ടൈം. അപ്പം ഇതാണ് അതിനകത്ത് ഇത്ര റേഡിയൻ കവർ ചെയ്തു ഇത്ര സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനകത്ത് പറയും. അപ്പോൾ ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. എത്ര ആംഗിളാണ് കവർ ചെയ്യുന്നത് ഇത്ര സമയത്തിനുള്ളിൽ? ഒരാൾ പെട്ടെന്ന് 90 ഡിഗ്രി ചെയ്താൽ, പകുതി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, 150 ഡിഗ്രി. ഇത് 150 ഡിഗ്രി കവർ ചെയ്തു. എന്നാൽ അതേ സമയം കൊണ്ട് മറ്റേ ആൾ 360 ഡിഗ്രി കവർ ചെയ്തിട്ടുണ്ടാവും. എത്ര ആംഗിൾ കവർ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ആംഗുലാർ സ്പീഡ് എന്ന് പറയുന്നത്. ഒരാൾ എത്ര സ്പീഡിലാണ് ഒരു വട്ടം കറങ്ങുന്നത് എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗുലാർ വെലോസിറ്റി. സാധാ വെലോസിറ്റി എന്താ? ഒരാൾ എത്ര വേഗതയിലാണ് ദൂരം നടക്കുന്നത് അല്ലെങ്കിൽ ഓടുന്നത്. എന്നാൽ ആംഗുലാർ വെലോസിറ്റിയാ ഒരാൾ എത്ര വേഗതയിലാണ് കറങ്ങുന്നത്. ഇനി ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കും. അതിനകത്ത് ഒരു സെക്കൻഡിൽ ഒരാൾ കറങ്ങുന്ന വേഗതയാണ് എന്ത് പറയുന്നത്? കറങ്ങുന്ന വെലോസിറ്റിയാണ് ആംഗുലാർ വെലോസിറ്റി. അതെ, ഒരാളുടെ കറക്കത്തിൻ്റെ വേഗതയാണ് എന്ത്? ആംഗുലാർ വെലോസിറ്റി. ഒരാളുടെ കറക്കത്തിൻ്റെ വേഗതയാണ് ആംഗുലാർ വെലോസിറ്റി. കറക്കത്തിൻ്റെ വേഗത ആംഗുലാർ വെലോസിറ്റി. എത്ര സ്പീഡിലാണ് ഒരാൾ ഒരു കറക്കം കറങ്ങിത്തീരുന്നത് എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? സാധാ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി, അതായത് നേർരേഖയിലെ വെലോസിറ്റി. അതും ഈ കറക്കത്തിൻ്റെ വെലോസിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? ആ ബന്ധം ഇങ്ങനെയാണ്. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ R ഇൻറ്റു കറക്കത്തിൻ്റെ വെലോസിറ്റി, V ഇസ് ഈക്വൽ ടു R ഒമേഗ. നിങ്ങൾ വെക്റ്ററാക്കി എഴുതുമ്പോൾ V ഇസ് ഈക്വൽ ടു
ഒമേഗ ക്രോസ് ആർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതാം. വെക്റ്റർ ഇടുമ്പോൾ തിരിച്ചെഴുതാം. വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ആംഗുലാർ കറങ്ങുന്ന സ്പീഡും സാധാ സ്പീഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ആറ് കൊണ്ട് ഗുണിക്കണം, അത്രയേ ഉള്ളൂ. സാധാ സ്പീഡ് കിട്ടണമെങ്കിൽ കറങ്ങുന്ന സ്പീഡിനെ ആ കറക്കത്തിൻ്റെ വട്ടത്തിൻ്റെ ആ റേഡിയസ് ഉണ്ടാവുമല്ലോ അതായിട്ട് ഗുണിക്കാം. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. അത് മിക്ക കേസിലും അങ്ങനെയാണ് വരിക. ഇപ്പം നമ്മൾ ടോർക്ക് എങ്ങനെയാണ് കിട്ടുക? നമ്മുടെ ആർ ക്രോസ് എന്ത് ചെയ്യണം? ആർ ക്രോസ് എഫ് ആണ്. എഫിനെ ആറ് കൊണ്ട് ഗുണിക്കലാണ്. എൽ എങ്ങനെ കിട്ടുക? ആംഗുലാർ മൊമെൻറ്റം. സാധാ മൊമെൻറ്റത്തിനെ ആറ് കൊണ്ട് ഗുണിക്കലാണ്. ഇനി സാധാ വെലോസിറ്റി, ഇതിനകത്ത് സാധാ വെലോസിറ്റി എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഒമേഗയാണ് വരും. അപ്പോൾ അതിനകത്ത് സാധാ വെലോസിറ്റി കിട്ടാൻ ഒമേഗ ക്രോസ് ആറാണ്. അപ്പോൾ തിരിച്ചാണ് അതിനകത്ത് വരിക. ഓക്കെ, അപ്പം അതിനകത്ത് സാധാ വെലോസിറ്റി കിട്ടാൻ അതാണ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ചാൽ മതി. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വെലോസിറ്റി, നേർരേഖാ വെലോസിറ്റി, അതും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നാണ് ബന്ധം. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആറ് കൊണ്ട് ഗുണിക്കണം കറങ്ങുന്ന സ്പീഡിനെ, കറങ്ങുന്ന വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി. ഇതെന്താണ്? ആംഗുലാർ വെലോസിറ്റി. അപ്പം സാധാ വെലോസിറ്റി എന്താണ്? ആർ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ സാധാ വെലോസിറ്റി കിട്ടാൻ ബി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു കറങ്ങുന്ന വെലോസിറ്റി. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു കറങ്ങുന്ന വെലോസിറ്റി. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു കറങ്ങുന്ന വെലോസിറ്റി. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. വെക്റ്റർ ആക്കി എഴുതുമ്പോൾ തിരിച്ചെഴുതണം. വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അപ്പം ഇത് ഓക്കെ ആണെങ്കിൽ അതിനകത്ത് ലൈക്ക് അടിക്കൂ. സാധാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗ. വെക്റ്റർ സിമ്പിൾ കൊടുക്കുമ്പോൾ തിരിച്ചിടുക ഒമേഗ ക്രോസ് ആർ. അപ്പോൾ എപ്പോഴും മറക്കണ്ട, റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് റിലേഷൻ ആംഗുലാർ വെലോസിറ്റിയുടെ റിലേഷൻ ലീനിയർ വെലോസിറ്റി ആയിട്ടുള്ള ബന്ധം എന്താണ്? ആംഗുലാർ വെലോസിറ്റി കറങ്ങുന്ന വെലോസിറ്റിയും സാധാ വെലോസിറ്റിയും തമ്മിൽ എന്താ ബന്ധം? ഒരു ആറിൻ്റെ ബന്ധമാണ്. മനസ്സിലായില്ലേ? ഒരു ആറിൻ്റെ ബന്ധം. ബി ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ഒമേഗ. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കാനുള്ളതാണ് ഇതിനകത്ത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനാണ് 2023 ചോദിച്ചതാണ്. ഇൻ എ ഡോർ ഹാൻഡിൽ, ഒരു വാതിലിൽ, ഹാൻഡിൽ ഈസ് പ്രൊവൈഡഡ് എവിടെയാണ്? അറ്റത്താണ്. മനസ്സിലായില്ലേ? ഒരു ഡോറിൽ അതിനെ തുറക്കുന്ന ഹാൻഡിൽ പ്രൊവൈഡഡ് ഫാർദസ്റ്റ് ഫ്രം ദ ഹിഞ്ച്. നമുക്ക് പറയാം വിജാഗിരി ഉണ്ടാവും. വിജാഗിരിയിലാണ് വാതിൽ ഇങ്ങനെ തൂക്കില്ല. അപ്പോൾ ഈ വാതിലിൻ്റെ ഈ ബന്ധിപ്പിച്ച ഭാഗം ഉണ്ടല്ലോ വിജാഗിരി, അതിന്ന് കുറേ അകലത്തിൽ ഇവിടെയാണ് വാതിലിൻ്റെ ഹാൻഡിൽ ഉണ്ടാവുക. പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇവിടെയാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഈ ഹിഞ്ചിന്ന് കുറേ അകലത്തിൽ കൊണ്ടുപോയിട്ട് ഹാൻഡിൽ വെക്കുന്നത്? എന്തുകൊണ്ട് ഇവിടെ വെച്ചൂടാ? ഈ വാതിലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, വാതിലിൻ്റെ ഇട, അവിടെ കൊണ്ടുപോയിട്ട് എന്ത് വെച്ചൂടാ? ഈ ഡോറിൻ്റെ ഹാൻഡിൽ വെച്ചൂടാ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു വസ്തുവിനെ കറക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കറങ്ങുന്ന പോയിന്റിൽ നിന്ന് ആ ദൂരം കൂടണം, എന്നാലാണ് നല്ലോണം കറക്കാൻ പറ്റും. ഇവിടെ പിടിച്ച ആ വാതിൽ അധികം കൊണ്ട് തിരിയില്ല, ഭയങ്കര പണിയാണ്. നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും. വാതിൽ നല്ല നീട്ടമുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ കറങ്ങും, ഒന്ന് തള്ളി കൊടുത്താൽ മതി. അപ്പം ഇവിടെ ടോർക്ക് നല്ലോണം, ഇവിടെ 6 കൂടിയാൽ ടോർക്ക് കൂടും. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു നിങ്ങൾ കൊടുക്കുന്ന ബലമാണ്. അപ്പോൾ ഇവിടെ കുറേ ദൂരത്തേക്ക് എത്തുമ്പോൾ 6 വല്ലാണ്ട് കൂടും. അപ്പം നിങ്ങൾ ചെറിയ ഒരു ബലം കൊടുത്താൽ തന്നെ നല്ല ടോർക്ക് കിട്ടും, നല്ല കറക്കം കിട്ടില്ല. മനസ്സിലായില്ല? അപ്പം ദൂരം കൂടുന്തോറും കറക്കാൻ സുഖമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സ്പാനർ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് അതിനെ കറക്കുമ്പോൾ കുറച്ച് അകലുണ്ടാവും, എന്നിട്ട് അതിനെ കറക്കാൻ നല്ല സുഖമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 6 കൂടുമ്പം ടോർക്ക് കിട്ടും, അതാണ് സംഭവം. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇത് എഴുതി വെച്ചാൽ മതി.
when the distance from the axis of rotation increases, torque increases. When the distance from the axis of rotation, വിജാഗിരി എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും when the distance from the axis of rotation, ഇവിടെ വിജാഗിരിയാണ് കറങ്ങുന്ന പോയിന്റ്. അപ്പം വിജാഗിരി എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ്? ടോർക്ക് ഇൻക്രീസസ്, കറക്കാനുള്ള സുഖം കൂടും. ടോർക്ക് ഇൻക്രീസസ്. സോ ഡോർ ഹാൻഡിൽ ഈസ് പ്ലേസ്ഡ് ഫാർദസ്റ്റ് ഫ്രം ഹിഞ്ച്. വിജാഗിരിയിൽ നിന്ന് ഒരുപാട് അകലത്തിൽ വെച്ചതിന് കാരണം നമുക്ക് ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ കറക്കാൻ എളുപ്പം കിട്ടും. ഫാർദസ്റ്റ് ഫ്രം ഹിഞ്ച്. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. വാതിലിൻ്റെ ഹാൻഡിൽ വിജാഗിരിയിൽ നിന്നും അകലത്തിൽ വെക്കുന്നതുകൊണ്ട് ടോർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ തുറക്കാനും അടക്കാനും എളുപ്പമാണ്, കറക്കാൻ എളുപ്പമാണ് വാതിലിനെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ ഇത് എഴുതി വെക്കുക. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആറ് കൂടുമ്പോൾ ടോർക്ക് കൂടും, കറക്കുന്ന ആ ഒരു സുഖം കൂടും, പെട്ടെന്ന് കറക്കാൻ പറ്റും. ഇത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മൾ വാതിലിൻ്റെ ആർക്കെങ്കിലും മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. ഇൻ എ ഡോർ ഹാൻഡിൽ ഈസ് പ്രൊവൈഡഡ് ഫാർദസ്റ്റ് ഫ്രം ഹിഞ്ച്. വിജാഗിരിയിൽ നിന്നും അകലെ കൊണ്ടുപോയി എന്തുകൊണ്ടാണ് വാതിലിൻ്റെ പിടുത്തം വെക്കുന്നത്? കാരണം പിടുത്തം അറ്റത്താവുമ്പം നമുക്ക് കറക്കാൻ സുഖമാണ്. കറങ്ങുന്ന പോയിന്റ് വിജാഗിരിനെ ബേസ് ചെയ്തിട്ടാണ് വാതിൽ കറങ്ങുക. നമുക്കറിയാമല്ലോ, വിജാഗിരിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വാതിൽ കറങ്ങുക. അപ്പം വിജാഗിരിയിൽ നിന്ന് കറങ്ങുന്ന പോയിന്റിൽ നിന്ന് ദൂരം കൂടും തോറും എന്താണ്? വാതിൽ കറക്കാൻ സുഖമാണ്. അപ്പം മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു ഡോറിൻ്റെ പിടുത്തം വിജാഗിരിയിൽ നിന്ന് കറങ്ങുന്ന പോയിന്റിൽ നിന്നും ഒരുപാട് അകലെ അറ്റത്തോട്ടാണ് വെക്കുക പിടുത്തം. എന്തുകൊണ്ടാണ്? കാരണം നല്ല ടോർക്ക് കിട്ടും, കറക്കാൻ എളുപ്പമാണ്. ദൂരം കൂടും തോറും ടോർക്ക് കൂടും. അപ്പം ഇത് എഴുതി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് അതിനകത്ത്. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അന്നന്ന് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് അന്ന് ചെയ്യുക എന്നുള്ളതാണ്. നാളെ തന്നെ ഇത് ചെയ്തവർക്ക് പിന്നെ ഇത് നിങ്ങളെ മൈൻഡിൽ പ്രിൻ്റ് ചെയ്തവിടെ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പം ബാക്കി എപ്പോൾ സമയത്തും അത് ഈസി ആയിരിക്കും. പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങളതിനകത്ത് എന്ത് ചെയ്യരുത്? മടി പിടിക്കരുത്. അതൊരു കാര്യമാണ്. കാരണം എന്താ? നിങ്ങളൊരു ജോലിക്ക് പോയാൽ നിങ്ങൾ മടി പിടിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ആ ജോലിയിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. പഠനം ഒരു ജോലിയാണ്. ജോലി ചെയ്താലേ ശമ്പളം കിട്ടുള്ളൂ, ഭാവിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ജോലി ചെയ്യാത്തവന്മാരെ നമ്മൾ മടിയന്മാരെന്നാണ് പറയുക. മടിയന്മാർക്ക് അതിനകത്ത് ഒന്നും ഇപ്പം എത്രയോ ആളുകൾ ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാകാം, മടിയാണ്. അപ്പം പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്? അതിനകത്തൊരു ജോലിയാണ്. ഒരു 8 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. എന്നാലാണ് ആ ജോലിയിൽ ശമ്പളം കിട്ടുക. അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. നിങ്ങൾ പഠിക്കുന്നത് ഒരു ജോലിയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ഈ ജോലിക്ക് അതിനകത്ത് നിങ്ങളെ എന്നോ പറഞ്ഞു വിട്ടിട്ടുണ്ടാവില്ലേ? അതാണ് അതിനകത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാരണം. ജോലിയാണെങ്കിൽ ദിവസവും 6, 8, 10 മണിക്കൂർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാത്ത ഒരു ജോലിക്കാരനും ലോകത്തുണ്ടാവില്ല. അല്ലാത്തവർ ആ ജോലിക്ക് ആപ്റ്റല്ല, അവർ പറഞ്ഞു വിടും. അപ്പം ദിവസവും 6 8 മണിക്കൂർ ജോലി ചെയ്ത് നോക്കൂ. നിങ്ങൾ +2 എന്നല്ല, നിങ്ങൾ ഹയർ ലെവൽ, നിങ്ങൾ വേറെ ലെവലെത്തും. അപ്പം അതാണ് അതിനകത്ത്. വേറെ അതിനകത്ത് ഒന്നുമില്ല. പഠിക്കാൻ ബുദ്ധിയൊന്നും വേണ്ട. പഠിക്കാൻ സമയമെടുത്ത് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവലിലും നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പഠിക്കാൻ മനസ്സിലാകായൊന്നുമില്ല. മനസ്സിലാകാത്ത അങ്ങനെ സംഭവമൊന്നുമില്ല. ഒക്കെ മനസ്സിലാക്കി അതിനകത്ത് നമുക്ക് പഠിച്ചെടുക്കാവുന്ന സംഗതികളേ ഉള്ളൂ. പിന്നീട് ഇതിനകത്ത് അടുത്തതിലോട്ട് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ്. അപ്പം അതിനകത്ത് ഇത് നമ്മൾ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ അറിയുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേ.
ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് അറിയാവുന്നവർ ലൈക്ക് അടിക്കൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷോ ദാറ്റ് ടോർക്ക് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു dl/dt എന്ന് പ്രൂവ് ചെയ്യണം. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ്. ആംഗുലാർ മൊമെൻറ്റത്തിൽ വരുന്ന സമയമനുസരിച്ചുള്ള മാറ്റമാണ് ടോർക്ക്. അപ്പോൾ എല്ല് തിന്ന റപ്പായി അറിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. എല്ല് തിന്നുന്ന റപ്പായി. അപ്പോൾ അതിനകത്ത് രണ്ട് സൈഡിൽ dl/dt ഇട്ട് കൊടുക്കുക. അപ്പോൾ ആറിനെ പുറത്താക്കുക, dp/dt ഇട്ട് കൊടുക്കുക. dp/dt എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, RF എന്ന് ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ RFന് പകരം ടോർക്ക് എന്ന് പറയും. dl/dt ഈക്വൽ ടു ടോർക്ക്. അതാണ് അതിൻ്റെ റിലേഷൻ. ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൂവ്മെൻറ്റ്. അപ്പോൾ അതും ഓക്കെയാണ്. അത് ഈ ചാപ്റ്ററിൽ ഒരുപാട് തവണ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് പിന്നെ വരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സ്റ്റോപ്പ് ആക്കാം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എന്തിൻ്റെ കൺസർവേഷനും എന്താണ്? ആ സാധനം എന്താണ്? മാറൂല എന്ന് പറയുന്നതിനെയാണ് കൺസർവേഷൻ എന്ന് പറയുക. എനർജി കൺസർവേഷൻ എന്താണ്? എനർജി മാറൂല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്. എനർജി ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല എന്ന് പറയുന്നതാണ് എനർജി കൺസർവേഷൻ. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ എന്താ? ആംഗുലാർ മൊമെൻറ്റം റിമെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. പക്ഷേ ആ വസ്തുവിന് എന്ത് ചെയ്യാൻ പാടില്ല? വേറെ ആരും കറക്കാൻ പാടില്ല. കറക്കിയാൽ അതിന് ആംഗുലാർ മൊമെൻറ്റം മാറും കേട്ടോ. നിങ്ങളിപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് എന്താണ്? ആംഗുലാർ മൊമെൻറ്റം മാറുന്നില്ല. ഇപ്പോൾ ഭൂമി അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാരെങ്കിലും ഇടയ്ക്ക് തള്ളുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിന് ആദ്യം എന്ത് ആംഗുലാർ മൊമെൻറ്റം ആണോ അതേ ആംഗുലാർ മൊമെൻറ്റം തന്നെയാണ് പിന്നെയും ഉണ്ടാവുക. അപ്പം ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആണ് എപ്പോഴും എന്ന് പറയുന്നതാണ്. പക്ഷെ ആരെങ്കിലും അതിനെ കറക്കിയാൽ മാറും കേട്ടോ. അതിനെ തള്ളിയാൽ അതിൻ്റെ സ്പീഡ് മാറും, അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം മാറും. അപ്പം എക്സ്റ്റേണൽ ടോർക്ക് അതിൽ ആക്ട് ചെയ്യാത്തിടത്തോളം അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം മാറില്ല. അത് നമ്മൾ എഴുതിയതാണ്, അതിനകത്ത് എഴുതിയതാണ്. മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി റിമെയിൻ കോൺസ്റ്റൻറ്റ്. എപ്പം? അതിനകത്തൊരു ടോർക്ക് ആക്ട് ചെയ്യാൻ പാടില്ല. ഇഫ് നോ ടോർക്ക് ആക്ട് ഓൺ ഇറ്റ്. അപ്പം ഈ ക്വസ്റ്റ്യന് തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ട്. സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണെന്നറിയോ? ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്. അതാണ് അതിൻ്റെ ആൻസർ. ചോദ്യത്തിൽ തന്നെ ഉത്തരവാണ്. നിങ്ങൾക്ക് എഴുതേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇഫ് നോ ടോർക്ക് ആക്ട് ഓൺ ഇറ്റ്. ഇഫ് നോ ടോർക്ക് ആക്ട്സ്, അതിനാരും കറക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, മാറൂല. ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ. ഒരു വസ്തുവിനെ കറക്കാത്തിടത്തോളം, പുറത്ത് നിന്ന് നിങ്ങളൊരു ടോർക്ക് കൊടുക്കാത്തിടത്തോളം അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം, അത് കറങ്ങിയ ആ സ്പീഡിൽ അങ്ങനെ കറങ്ങി, അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം, കറങ്ങുന്ന സ്പീഡിൽ ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യില്ല? മാറൂല. ഓക്കെ, അതാണ് ഇതിനകത്ത്. ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യില്ല? മാറൂല. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് ഒരു മിനിറ്റ്. പിന്നെ കൈനറ്റിക് എനർജിയുടെ റൊട്ടേറ്റിംഗ് ബോഡി ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതൊന്നുമില്ല, ഇതൊക്കെ ഔട്ട് ഓഫ് ആണ്. ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇത് സെയിം ടോർക്കിൻ്റെ വീണ്ടും ഡെറിവേഷൻ ചോദിച്ചതാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെയിം, അതിൻ്റെ ഡയമെൻഷൻ ചോദിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഓരോ വസ്തുക്കളുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാതെ പഠിക്കാണ്ട്. പിന്നെ വീണ്ടും സെയിം ഡെറിവേഷനാണ്. വീണ്ടും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡെഫിനിഷൻ സംഭവം വീണ്ടും സെയിം ഡെറിവേഷനാണ്. വീണ്ടും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡെഫിനിഷൻ സെയിം. ഇതിനകത്ത് 2 ക്വസ്റ്റ്യനുകൾ എങ്ങാണ്ട് ഇനി എന്തുള്ളൂ? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് 2 ക്വസ്റ്റ്യന്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ദെൻ അതിനകത്ത് ബാക്കി നമുക്ക് ടഫ് ഉള്ളത് അതിനകത്ത് ചെയ്യേണ്ട വലിയ വേണമെങ്കിൽ നോക്കാം, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു 1-2 ക്ലാസ്, ഒരു ക്ലാസ് അല്ലെങ്കിൽ 1 ക്ലാസ് കൊണ്ട് അടുത്തത് തീരും കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഗ്രാവിറ്റേഷനിലോട്ട് പോകാം. പിന്നെ അതൊക്കെ എളുപ്പമാണ്. ഫിസിക്സ് പിന്നെ അങ്ങോട്ടേക്ക് നല്ല രസമാണ്, അതിനകത്ത് വലിയ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്തേ പറയൂ. ആംഗുലാർ മൊമെൻ്റ് ഉണ്ടാവും, അതിൻ്റെ ഷോ അല്ലെങ്കിൽ അതിൻ്റെ ഡിറൈവ് എന്നുണ്ടാവും. അതിൽ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ടോർക്കിൻ്റെ ഡെറിവേഷൻ്റെ എപ്പോഴും എന്തുണ്ടാവും? ഒരു ഡിറൈവ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഷോ എന്നുണ്ടാവും. പിന്നെ ടോർക്ക് എന്തായാലും ഉണ്ടാവും, ആംഗുലാർ മൊമെൻ്റ് ഒന്നും ഉണ്ടാവും. ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള ഡെറിവേഷൻ
അല്ലെങ്കിൽ ടോർക്കും ആംഗുലാർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുക. മനസ്സിലായോ? അതിൽ എന്തായാലും ടോർക്ക് എന്നുണ്ടാവും, ആംഗുലാർ മൊമെൻറ്റും ഉണ്ടാവും. അത് കാണിക്കാൻ അല്ലെങ്കിൽ ഡെറിവേഷൻ ആയിരിക്കും. മനസ്സിലായോ? ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം, ടോയും എല്ലും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവും. ചിലപ്പോൾ ഇത് ഡെറൈവ് ഇത് തന്നെ തന്നിട്ട് പറയും ഇത് ഡെറൈവ് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ അതിൻ്റെ ഡെറിവേഷനാണ്. അപ്പം ടോർക്കും ആംഗുലാർ മൊമെൻറ്റും ഉണ്ടാവും, അതിൻ്റെ ഡെറിവേഷനാണ്. ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഉണ്ടോ?